നമുക്കിന്നൊരു കുട്ടി കഥ കേട്ടാലോ? ഒരു കാളവണ്ടിക്കാരൻ്റെ കഥയാണ് കേട്ടോ. അപ്പോൾ വളരെ ദരിദ്രനായിട്ടുള്ളൊരു കാളവണ്ടിക്കാരനാണ്. അദ്ദേഹത്തിനൊരു കുടുംബമുണ്ട്. എല്ലാ ദിവസവും ആൾക്കാരെയും സാധനങ്ങളെയൊക്കെ കടത്തിയാൽ 1-2 രൂപയൊക്കെ കിട്ടുള്ളൂ. പക്ഷേ അയാൾ എന്നിട്ടും അയാളുടെ ആവശ്യത്തിന് മദ്യപിക്കുകയായിരുന്നു, ഭാര്യനെ ഉപദ്രവിക്കുകയായിരുന്നു, ഒക്കെ ചെയ്യുമായിരുന്നു. കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണമോ വിദ്യാഭ്യാസമോ ഒന്നും കിട്ടുന്നില്ല, സ്കൂളിലൊന്നും പോകാൻ പറ്റുന്നില്ല മക്കൾക്ക്. അപ്പോൾ കുറേ നാളിങ്ങനെ ജീവിച്ച് വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാണ്ടായി കേട്ടോ. പക്ഷേ ഇയാൾക്ക് അത്യാവശ്യം എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവലുണ്ട്, കാളവണ്ടിക്ക് ഓട്ടോ ഒക്കെ ഉണ്ടാവലുണ്ട്. പക്ഷേ കാളയ്ക്ക് പോലും കഴിക്കാൻ ഭക്ഷണം ഇല്ലാത്ത പോലെ അങ്ങ് അയാൾ മിസ്യൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ദിവസം എന്ത് ചെയ്തു എന്നറിയോ? ആ നാട്ടിലെ തന്നെ പണക്കാരനായ ഒരു മനുഷ്യനോട് പോയിട്ട് കുറച്ച് പൈസയും കുറച്ച് ഭക്ഷണവും ഒക്കെ കടമായിട്ട് ചോദിച്ചേ. പക്ഷെ ആ മനുഷ്യൻ ഇവർക്കൊന്നും കൊടുത്തില്ല കേട്ടോ, അവരെ പറഞ്ഞു വിട്ടു. പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഈ കാളവണ്ടിക്കാരൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പണക്കാരനായ മനുഷ്യൻ എവിടെയോ പോയിട്ട് തിരിച്ചു വരികയാണ്. പണ്ടത്തെ കഥയാണ് കേട്ടോ, വണ്ടികളൊന്നും ഇല്ലാത്ത സമയത്ത്. അപ്പോൾ ഈ കാളവണ്ടീനെ ആശ്രയിക്കേണ്ടി വരികയാണേ. അയാൾ ഈ കാളവണ്ടിക്കാരൻ്റെ അങ്ങോട്ട് യാത്രയ്ക്ക് ഫാമിലിയായിട്ട് എല്ലാവരും ഉണ്ട്, മക്കളും ഭാര്യയൊക്കെ ഉണ്ട് കൂടെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ കയറുകയാണ്. അപ്പോൾ ഈ കാളവണ്ടിക്കാരൻ അറിയില്ല, കാളവണ്ടിക്കാരൻ്റെ ഭാര്യ പോയിട്ട് കടം ചോദിച്ചൊന്നും അറിയില്ലായിരുന്നേ. അപ്പോൾ അയാൾ കയറുമ്പോൾ ഇയാൾ നല്ല പൈസക്കാരനാണല്ലോ. അയാളോട് പറഞ്ഞു 4 രൂപ 4 പേരെ കടത്താനായിട്ട്, 2 കുട്ടികളെയും ഭാര്യേനെയും അയാളെയും കൂടെ പറഞ്ഞ സ്ഥലത്ത് എത്തിക്കാൻ 4 രൂപ വേണമെന്ന് പറയാണ്. അപ്പോൾ ഈ പണക്കാരനായ മനുഷ്യൻ പറഞ്ഞു 4 രൂപ തരാൻ പറ്റില്ല, എനിക്കും ഭാര്യയ്ക്കും കൂടെ 2 രൂപ തരാം, കുട്ടികൾക്ക് അത്ര ഭാരമില്ലല്ലോ, അപ്പോൾ പകുതി പൈസയെ തരാൻ പറ്റുള്ളൂ, അങ്ങനെ 2 കുട്ടികൾക്കും കൂടെ 1 രൂപ തരാം. അപ്പോൾ അങ്ങനെ ഭാര്യയുടെ 1 രൂപ, ഈ പണക്കാരനായ മനുഷ്യൻ്റെ 1 രൂപ, പിന്നെ കുട്ടികൾക്ക് 2 പേർക്ക് കൂടെ 1 രൂപ, അങ്ങനെ 3 രൂപയെ തരാൻ പറ്റുള്ളൂ പറഞ്ഞു. അപ്പോൾ ഈ കാൾവണ്ടിക്കാരൻ വിചാരിച്ചു, ഇദ്ദേഹത്തിന് എന്ത് നല്ല വേഷമാണ് ഇട്ടിരിക്കുന്നത്, കൂടെ കുടുംബവും ഉണ്ട്, നല്ല പൈസയുള്ള മനുഷ്യനാണ്, പിന്നെ എന്തിനാണെങ്കിലേ ഇങ്ങനെ പിശുക്ക് കാണിക്കുന്നത്. അങ്ങനെ ആലോചിച്ച് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ കാളയ്ക്ക് ഭക്ഷണം ഇല്ലാത്തത് കാരണം ഇവരുടെ ഭാരമെല്ലാം സഹിക്കുക വയ്യാതെ കാള വീണു കേട്ടോ താഴെ. ഇനി കാളയ്ക്ക് ഒരടി മുമ്പോട്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വിവരം കാളവണ്ടിക്കാരൻ ആ ധനികനായ മനുഷ്യനോട് പറഞ്ഞെങ്കിലും പുള്ളി പറഞ്ഞു, ഇല്ല, എനിക്ക് എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. എന്നിട്ട് അയാളോട് പറഞ്ഞു, കാളയ്ക്ക് വലിക്കാൻ പറ്റിയില്ലെങ്കിൽ നീ വലിച്ചോളൂ എന്ന്. അങ്ങനെ കാളയ്ക്ക് പകരം അയാൾ വണ്ടി വലിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ അയാൾ വണ്ടി വലിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പണക്കാരനായ മനുഷ്യൻ വിലപിടിപ്പുള്ളൊരു സിഗരറ്റ് എടുത്ത് വലിക്കാൻ തുടങ്ങിട്ടോ. അപ്പോൾ സിഗരറ്റ് കത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തീപ്പെട്ടി ഉരയ്ക്കാൻ പോകുമ്പോഴത്തേക്ക് ആ തീപ്പെട്ടി പെട്ടെന്ന് താഴെ വീണുപോയി. അപ്പോൾ ഈ പണക്കാരനായ മനുഷ്യൻ പറഞ്ഞു, നിർത്ത് വണ്ടി നിർത്തൂ, എനിക്ക് എൻ്റെ തീപ്പെട്ടി താഴെ പോയി, അതിപ്പം തന്നെ എടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ കാളവണ്ടിക്കാരൻ ചോദിച്ചു, നിങ്ങൾ എന്തൊരു ദുഷ്ടനായ മനുഷ്യനാണ്, എൻ്റെ കാളയ്ക്ക് വയ്യാഞ്ഞിട്ട് ഞാനാണിപ്പോൾ ഈ വണ്ടി വലിക്കുന്നത്, ഇത്രയും ഭാരവും ചുമന്ന് നിങ്ങളെ എല്ലാം വലിച്ച് ഈ കയറ്റം എല്ലാം കയറുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എങ്ങനെ എന്നോട് നിർത്താൻ പറയാനായിട്ട് പറ്റുന്നു, നിങ്ങൾ എന്തൊരു ദുഷ്ടനാണ്, എന്തൊരു പിശുക്കനാണെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അയാളൊരു മറുപടി കൊടുക്കുകയാണ്. എന്താണെന്നറിയോ? ഞാൻ അങ്ങനെ പിശുക്കി ജീവിച്ചതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സമ്പത്ത് ഉണ്ടായത്, എനിക്ക് എൻ്റെ ഭാര്യയെ സന്തോഷമായിട്ട് വെക്കാൻ പറ്റിയത്, എനിക്ക് എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുന്നത്, അതേപോലെ അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നത്, നല്ല ആരോഗ്യം കൊടുക്കാൻ പറ്റുന്നത്, അതേപോലെ എൻ്റെ സൊസൈറ്റിയിലുള്ളവർക്ക് എന്നോട് ഒരു മതിപ്പും എന്നോടൊരു വിലയും തോന്നുന്നത് അതുകൊണ്ടാണ്, എൻ്റെ കുടുംബത്തിലുള്ളവരെ എല്ലാവരെയും സന്തോഷമായിട്ട് വെക്കാൻ പറ്റുന്നതും എല്ലാ നന്മകളും അല്ലെങ്കിൽ എല്ലാ ഒരു സന്തോഷവും എനിക്ക് വരുന്നത് എൻ്റെ ഒരു പിശുക്ക് കൊണ്ടാണെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ ധനികനായ മനുഷ്യൻ 3 രൂപ കൂലിയും കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടോ. സ്ഥലം എത്തിയപ്പോൾ തിരിച്ചു പോരുന്ന വഴി ഈ കാളവണ്ടിക്കാരൻ അയാൾ പറഞ്ഞതെല്ലാം ചിന്തിച്ചു. സത്യത്തിൽ അത് സത്യമല്ലേ? നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരിക്കലും മിസ്യൂസ് ചെയ്യാതെ, അതായത് നമ്മുടെ സാഹചര്യം നമ്മൾ മിസ്യൂസ് ചെയ്യാതെ സൂക്ഷിച്ച് കൃത്യനിഷ്ഠയോടുകൂടി ജീവിച്ചാൽ നമുക്ക് നല്ലതല്ലേ വരുള്ളൂ. അയാൾക്ക് കിട്ടുന്ന പൈസ കൊണ്ട് കുറച്ചൊരു സമ്പാദിച്ച് അതല്ലെങ്കിൽ കുറച്ചൊന്ന് സേവ് ചെയ്ത് വെച്ച് ഭാര്യയ്ക്കും കുട്ടികൾക്കും കൂടെ കൊടുത്ത് അയാളുടെ മദ്യപാനവും അതേപോലെ ഒരു ഉത്തരവാദിത്തമില്ലായ്മയെല്ലാം ഒന്ന് മാറ്റി വെച്ചിരുന്നെങ്കിൽ അയാൾക്കും നന്നായിട്ട് ജീവിക്കാമായിരുന്നല്ലോ എന്ന് ഇയാളിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഇയാൾ വീട്ടിൽ വന്ന് ഈ കാര്യങ്ങൾ ഫാമിലിയോടൊക്കെ പറഞ്ഞപ്പോഴാണ് ഭാര്യ അവിടെ പോയി കടം ചോദിച്ചിരുന്ന കാര്യമൊക്കെ പറയുന്നത്. ആ നാട്ടിൽ ആ ഒരു മനുഷ്യനേ ഉള്ളൂ അത്രയും ധനികനായിട്ട് കേട്ടോ.
അപ്പോൾ ഇയാൾ ഈ കഥയെല്ലാം നാട്ടിലൊക്കെ പറഞ്ഞതിന് ശേഷം എല്ലാവരും ഉത്തരഭാഗത്ത് ബോധത്തോടു കൂടി ജീവിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ആ ധനികനായ ഒരു മനുഷ്യൻ ചെയ്തത് നല്ല കാര്യമല്ലേ. അയാൾക്ക് അന്നേരം ആ ഭാര്യയ്ക്ക് അന്നേരം ഒരു 2 രൂപയോ 3 രൂപയോ കൊടുത്ത് വിട്ടിരുന്നെങ്കിൽ ആ ഒരു പൈസ തീരുമ്പോൾ പിന്നെയും ഇവർ ദരിദ്രത്തിലേക്ക് തന്നെ പോയേനെ അല്ലേ. അപ്പോൾ ഇത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയ അയാൾ നല്ല രീതിയിൽ പിന്നെ ജീവിക്കാൻ തുടങ്ങി. പിന്നെ അയാൾക്ക് കുറച്ച് ഭക്ഷണത്തിനുള്ള വകയും അതേപോലെ കിട്ടുന്ന കൂലിയിൽ നിന്നും കാളേനെ നോക്കാനും ഭാര്യനും കുട്ടികൾക്കുള്ള പഠിപ്പും എല്ലാം പുള്ളിക്കാരൻ നന്നായിട്ട് നോക്കിയിട്ടോ. അപ്പോൾ ഇതിൽ നിന്നുള്ള ഗുണപാഠം എന്താണെന്നറിയോ, നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഇഷ്ടംപോലെ നല്ല സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ട് പഠിക്കാനും ഭക്ഷണത്തിനും ഒക്കെ. അപ്പോൾ ഓരോ ഭക്ഷണം തരുമ്പോഴും നിങ്ങളിങ്ങനെ വേസ്റ്റ് ആക്കുമ്പോഴും അതൊക്കെ ഇല്ലാത്തവർക്കതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ പേരൻസിനെ അനുസരിച്ച് നമുക്കുള്ള റിസോഴ്സസ് യൂസ് ചെയ്ത് എല്ലാവരെയും ഹാപ്പി ആയിട്ട് വെച്ച് നമ്മളും ഹാപ്പി ആയിട്ട് തന്നെ ജീവിക്കുക. അതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? പുതിയൊരു കഥയായിട്ട് വീണ്ടും വരാം കേട്ടോ. ടാറ്റാ.